ചാനൽ ഇൻഫിനിറ്റ് റൈഡറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ആനക്കുളം ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത്. ആകെ 9.5 മിനിറ്റേ ഉള്ളൂ വീഡിയോ. സ്കിപ്പാക്കാതെ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാടിനുള്ളിൽ നിന്ന് ആന ഇറങ്ങി വന്നപ്പോൾ പന്തുകളിയൊക്കെ തന്നെ നിന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ചേർക്കാൻ വിട്ടുപോയ ചില ഭാഗങ്ങളും കൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആനക്കുളത്തെ കാട്ടാനകൾ ഇറങ്ങി വരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അവിടെ ഉപ്പിൻ്റെ അംശമുള്ള ഉറവയുണ്ട്. അത് കുടിക്കാനായിട്ടാണ് ഇതാ അവന്മാർ ഇറങ്ങി വരുന്നത്. 12 പേരുള്ള ഒരു ഗ്രൂപ്പായിരുന്നു വന്നത്. ആന, പ്രത്യേകിച്ച് കാട്ടാന, ഒരിക്കലും നമ്മുടെ സുഹൃത്തല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച് അവരെ കാണുമ്പോൾ ഒരുപാട് ആവേശം കാണിച്ച് മുന്നിൽ ചെന്നുപെട്ട് ഒത്തിരി ജീവനുകൾ നമ്മുടെ നാട്ടിൽ പൊലിഞ്ഞിട്ടുണ്ട്. കാട്ടാനയെ കാണുമ്പോൾ അധികം ശബ്ദം വയ്ക്കാതിരിക്കുക, സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ഫ്ലാഷ് ഉപയോഗിക്കാതെ വീഡിയോ, ഫോട്ടോ ഇതൊക്കെ എടുക്കുക. വന അതിർത്തിയിലുള്ള പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പെർഫ്യൂം ഉപയോഗിക്കരുത്. ബ്രൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സുകളും ഉപയോഗിക്കരുത്. ഇവരുടെ മുന്നിൽപ്പെട്ടാൽ ഓടി രക്ഷപ്പെടാമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. നല്ല ഓട്ടക്കാരാണ് മനുഷ്യരെക്കാൾ. അതുപോലെ അപാര ഘ്രാണശക്തിയാണ് ഇവർക്കുള്ളത്. വന അതിർത്തിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നല്ല ശ്രദ്ധ വേണം. നമ്മുടെ ചെവി, കണ്ണ്, മൂക്ക് ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയിരിക്കണം. ചെറുതൊക്കെ കഴിക്കുന്നവർ വീട്ടിലോ റൂമിലോ ഒക്കെ ചെന്നതിന് ശേഷമേ കഴിക്കാവുള്ളൂ. കാട്ടിൽ വെച്ച് കഴിക്കാൻ ശ്രമിക്കരുത്, അപകടമാണ്. നമ്മുടെ സ്പോട്ടിൽ നിന്നും മാങ്കുളത്തേക്ക് പോകുന്ന ഒരു ഓഫ് റോഡ് വഴിയാണ്. വലിയ ടഫ് ഓഫ് റോഡൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലത്തിന് 3 കല്ലെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന കല്ലിൻ്റെ താഴെയായിട്ടൊരു ഗുഹയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പഴയ രാജപാത, ആലുവ മൂന്നാർ റോഡ് ഈ ഭാഗത്ത് ഇതിലെയോ ആണ് കടന്നു പോകുന്നത്. ആ റോഡിന്നില്ല. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നേരെ ഒരുപാട് വൈകാതെ റൂമിലെത്തണം, ഇല്ലെങ്കിൽ വഴിയിൽ ആനയും മറ്റ് വന്യമൃഗങ്ങളൊക്കെ തടസ്സമായേക്കാം എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട കേട്ടോ. ജീപ്പിൻ്റെ സൗണ്ട് വീഡിയോയിൽ അധികം കേൾക്കത്തില്ല എന്ന് പരാതി ഉള്ളതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് ജീപ്പിൻ്റെ സൗണ്ടിൻ്റെ വോളിയം കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ജീപ്പിൻ്റെ അല്ല കേട്ടോ, വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴത്തേനും ജീപ്പിൻ്റെ സൗണ്ട് അത്യാവശ്യം കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അത്ര ഭയങ്കരമായ ഓഫ് റോഡൊന്നുമല്ല, എങ്കിലും നമ്മൾ അധികം കിടന്ന് ചാടാതിരിക്കാനായിട്ട് 4 വീലിലൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 4 വീലിൻ്റെ സിസ്റ്റത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെങ്കിലും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയ വീഡിയോയാണ് ഞാൻ ഇടുന്നതെല്ലാം. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, സ്കിപ്പ് അടിച്ച് കളയാതെ വീഡിയോ മുഴുവൻ കാണാനുള്ള ക്ഷമ കാണിക്കണം. ചിലപ്പം 1-2 സെക്കൻഡിലായിരിക്കും എന്തെങ്കിലും ഒരു നല്ലൊരു രംഗം നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങൾ രാത്രിയിൽ തിരിച്ചു വരുന്ന വഴിക്ക് റോഡിലൊരു മ്ലാവിനെ കാണാൻ പറ്റി. കുറച്ച് ദൂരെയായിരുന്നു, അപ്പോൾ അത് സൂം ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് അത്ര ക്ലിയർ അല്ലാത്തത്. എങ്കിലും 1-2 സെക്കൻഡ് അവൻ ഞങ്ങൾക്ക് പോസ് ചെയ്ത് തന്നു. എന്നിട്ട് പതുക്കെ ആ കാടിൻ്റെ സൈഡിലേക്ക് അവൻ അങ്ങ് മറഞ്ഞു. പിന്നെ കാണാൻ പറ്റിയില്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ ചെറിയൊരു പാചകക്കാരനാണ് കേട്ടോ. വലിയ എക്സ്പേർട്ട് ലെവലൊന്നുമല്ല. ഗ്രിൽഡ് ചിക്കനാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. വീട്ടിലെത്തിയ ഉടനെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു. റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ. താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പം മസാലയും പൊടികളും എല്ലാം ചേർത്ത് തിരുമിയെടുക്കുകയാണ്. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കയ്യിലെ മോതിരം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഗ്രില്ലിംഗ് വർക്ക് വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡായിട്ട് ജീപ്പിൻ്റെ കമ്പിയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രില്ല് ചെയ്യാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല കനൽ വേണം. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു 10-12 കിലോ ചാർക്കോളാണ് ഇവിടെ യൂസ് ചെയ്ത് മണ്ണിൽ കുഴിയെടുത്തിട്ട് അവനെ നല്ല രീതിയിൽ കത്തിച്ചു. ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ചിട്ട് നല്ല ആ ചാർക്കോൾ മുഴുവൻ കത്തി റെഡിയായതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ അതിലിട്ട് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിന് പുകയുടെയൊക്കെ രുചി വരാൻ സാധ്യതയുണ്ട്. നല്ല ചൂടുണ്ടെങ്കിൽ 10-15 മിനിറ്റ് സമയം മതി. പിന്നെ എപ്പോഴും നമ്മളിത് തിരിച്ചു വെച്ചില്ലെങ്കിൽ ഇത് കരിയും. കണ്ടോ, ആ ചിക്കൻ്റെ നെയ്യ് വീണിട്ട് അവിടെ തീ കത്തുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. അവൻ്റെ വേവിൻ്റെ പാകമാണ് നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പപ്പട കമ്പിയോ അല്ലെങ്കിൽ അതിന് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ച് നമ്മൾ കുത്തി നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തുളഞ്ഞ് വരും. അടുത്ത ബാച്ചും കൂടെ ഞങ്ങൾ അതിലോട്ട് വെച്ച് കയറ്റി വെച്ച് നമ്മൾ പരിപാടികൾ പെട്ടെന്ന് തീർക്കാനായിട്ടാണ്. ഓൾറെഡി ടയേർഡായി, ഇത്രയും ലോങ് യാത്രയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് രാത്രിയിൽ ഇവനെ ശാപ്പിട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ പൂച്ചയാണെങ്കിൽ ക്ഷമ കെട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അവനവിടെ എല്ലാം മാന്തി പൊളിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അത് സ്ക്രീനൊന്നുമല്ല, അത് നാട്ടുകാരവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ടെമ്പററി മറയാണ്. അതൊരു തരം പനയുടെ ഇല വെച്ചിട്ട് നെയ്താണത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് നമ്മൾ കടന്നു. നമ്മൾ കുറച്ച് അവിടെയുള്ള കൂട്ടുകാരെയും കൂട്ടി അവിടെ 1-2 സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പ്രത്യേകിച്ചും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഞങ്ങൾ വെള്ളത്തിൽ കുളിക്കുന്ന ഒരു സ്ഥലം കാണിച്ചല്ലോ, അതിനടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ മീൻ പിടിക്കാനായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് തൽക്കാലം കയറിയിരിക്കാൻ സേഫായിട്ട്, വല്ല ആനയൊക്കെ വന്നാൽ അപകടം വരാതെ കയറിയിരിക്കാനായിട്ട് പാറയുടെ മുകളിൽ അവരവിടെ ഒരു ഷെഡ് പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ കൂട്ടുകാരൻ കയറി പോകുന്നത്. നല്ലൊരു സ്പോട്ടാണിത്. ശരിക്കും ഈ വീഡിയോ ഞാനല്ല ഷൂട്ട് ചെയ്തത്. ഞാൻ ആ സമയത്ത് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവർ കൂട്ടുകാർ പോയപ്പോൾ അവരെടുത്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം കാണും ചിലപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സ്റ്റൈലിൽ. ഞാനത് കുറച്ച് എഡിറ്റ് ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്ഥലമാണെന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതാണ് ആ ഷെഡ്. അപ്പം താഴെ ആന വന്ന് നിന്നാലും പേടിക്കാതെ സ്വസ്ഥമായിട്ട് അതിനകത്ത് ഇരിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ പാലം പോലെ കാണുന്നതിൻ്റെ തൊട്ട് താഴ്വശം അത്യാവശ്യം നല്ല കുഴിയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ കിടക്കും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച തോടിൻ്റെ വേറൊരു ഭാഗമാണ്. നല്ല കുത്തി ഒഴുകി പാറയൊക്കെ തേഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. നല്ല വീതിയുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്. മഴക്കാലത്ത് ഭയങ്കര വെള്ളമാണെന്നാണ് അവർ പറഞ്ഞത്. മുമ്പ് കണ്ട ആറിൻ്റെ കുറച്ചുകൂടി വീതിയുള്ളൊരു ഭാഗമാണിത്. കാട്ടുമൃഗങ്ങൾ കയറാതെ ഒരു ഭാഗത്ത് ഇരുമ്പ് വേലി നിർമ്മിച്ചിട്ടുണ്ട്. ആ ഭാഗം ജനവാസ മേഖലയാണ്. വർഷത്തിൽ 3 മാസം മാത്രമേ ഈ ഭാഗത്തോട്ട് വാഹനങ്ങൾ കടത്തിവിടുള്ളൂ. അല്ലാത്തപ്പോൾ നല്ല കുത്തൊഴുക്കുള്ള പുഴയാണിത്. അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് നമ്മൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. അത്യാവശ്യം ഓഫ് റോഡാണ്. അപ്പോൾ ഇത് ഡ്രൈവിങ്ങിനിടയ്ക്ക് ഞാൻ തന്നെ കൈ പിടിച്ചെടുത്തതാണ്. അതിൻ്റെ ഒത്തിരി ഷെയ്ക്കായിട്ടുണ്ട്. നമ്മുടെ ഗോപ്രോ പണി തന്നിരിക്കുക. അത് കാരണം കുറച്ച് കാലം കൂടെ ഈ മൊബൈലിലെടുക്കുന്ന വീഡിയോ നിങ്ങൾ സഹിച്ചേ പറ്റൂ. അതുകൊണ്ട് ആ കാര്യം നമുക്കൊരു കുറച്ച് സമയം എനിക്ക് തരണം. കാര്യം അതൊന്ന് സർവീസ് ചെയ്തെടുക്കണം. അതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മയുണ്ട്. വീഡിയോയിൽ മുഖം കാണിക്കുന്നില്ല എന്ന് പൊതുവേ ആൾക്കാർ പരാതി പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ഫേസ് നമ്മൾ അതിനകത്ത് വലിയ ആളാകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇത് വളരെ ചെറിയൊരു ചാനലാണ്. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഒരാളുടെ പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ആൽബിൻ വ്ളോഗ്സിൻ്റെ അദ്ദേഹം എനിക്ക് ഒത്തിരി ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോട് പ്രത്യേകം വീഡിയോയിൽ തന്നെ നന്ദി പറയുന്നു. അതുപോലെ നമ്മളുടെ ഓഫ് റോഡ് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഒരു ലോങ് ചേസ് ജീപ്പാണ്. ശരിക്കും അത് കസ്റ്റമൈസ്ഡ് ആണ്. ചേസ് വെൽഡ് ചെയ്ത് എക്സ്ട്രാ നീളം കൂട്ടി 14 പാസഞ്ചർക്ക് പോകാം. അതുപോലെ തന്നെ സിമൻറ്റും മണലും കമ്പിയൊക്കെ അതിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു വാഹനമാണ്. യൂട്യൂബ് ചാനലിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാത്തതുകൊണ്ടാണ്. ഇല്ല എങ്കിൽ ചാനൽ നമുക്ക് നല്ലൊരു ലെവലിൽ എത്തിക്കാനുള്ള സമയമായി. കാര്യം ഈ മാസം 28-ാം തീയതി ആകുമ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 13 വർഷവും. 2008 മലയാളം യൂട്യൂബ് ചാനലുകൾ ഉള്ളത് വളരെ കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ വേണ്ട രീതിയിൽ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. കുറച്ചുകൂടെയൊക്കെ അതിനെക്കുറിച്ച് ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് വരുന്ന എപ്പിസോഡുകളിൽ ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോകളെല്ലാം ഒന്ന് എടുത്ത് കാണുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഫസ്റ്റ് എപ്പിസോഡ് നിർബന്ധമായിട്ടും കാണുക. അടുത്ത ഒരു അടിപൊളി എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.